തിരുമേനി നമസ്തേ. അതായത് ഇപ്പം ആയുധ ചണ്ഡികായാഗം കഴിഞ്ഞു, അവസാന ഭാഗമായിട്ട് ഇതാ കുരുതി നടക്കേണ്ടായി. എന്താണ് കുരുതി? നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള നമ്മുടെ ഹിന്ദു സമൂഹമാണെങ്കിലും ഇത് കാണുന്നവർക്കാണെങ്കിലും എന്താണ് കുരുതി എന്നുള്ള ഒരു വിശദീകരണം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ച കുലധർമ്മഞ്ച മാഞ്ച പാലയ പാലയ. ആയുധചണ്ഡിക യാഗം ഇവിടെ വളരെ ഭക്തജനങ്ങളുടെ സജീവമായ സാന്നിധ്യം കൊണ്ടും ഭക്തിയുടെ അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന നിമിഷങ്ങൾ കൊണ്ടും ശുഭമായിട്ട് ഇവിടെ അവസാനിച്ചു. ഈ യാഗത്തിന്റെ അവസാനം മഹാഗുരുതിയായിട്ട് നടത്തണം എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ കമ്മിറ്റിയിൽ വന്നപ്പോൾ ഞാനാണ് പ്രത്യേകം നിർദ്ദേശിച്ചത്. കാരണം ഈ ഗുരുതി എന്ന സങ്കല്പം അല്ലെങ്കിൽ ഗുരുതി എന്ന അനുഷ്ഠാനം ദേവീ ഉപാസനയുടെ ഏറ്റവും മൂർത്തിമത് ഭാവമായിട്ടുള്ള, അല്ലെങ്കിൽ ദേവിയെ ഉപാസിച്ച് നമുക്ക് ഒരു അനുഗ്രഹം കിട്ടാൻ ഏറ്റവും നല്ല ഒരു വഴി എന്നുള്ള രീതിയിലാണ് പറയണത്. ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആ സാധകനെ ദേവിയെ ഉപാസിക്കുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ഉപാസിക്കുക, മന്ത്രത്തിൽ ദീക്ഷ സ്വീകരിച്ച് ആ മന്ത്രം പഠിച്ച് സാധകനാവണമെങ്കിൽ അതിൽ ചെയ്യേണ്ട വഴികൾ പറയണത്, ആദ്യം ആ മന്ത്രത്തിന്റെ എത്ര സംഖ്യയാണോ അല്ലെങ്കിൽ എത്ര അക്ഷരങ്ങളാണോ എന്ന് കണക്കാക്കിയിട്ട് ആ അക്ഷരങ്ങൾക്കനുസരിച്ച് സഹസ്രം അല്ലെങ്കിൽ അതിന്റെ ഒരു 1000, 10,000, ലക്ഷം, കോടിയൊക്കെ ആവാം ജപം നടത്തുക. ആ മന്ത്രം ജപം നടത്തുക, പുഷ്പാഞ്ജലിയായിട്ട് ചെയ്യുക, ഒരു ഉപാധിയിലേക്ക് പുഷ്പാഞ്ജലിയായിട്ട് ചെയ്യുക, ഹോമം ചെയ്യുക, തർപ്പണം ചെയ്യുക. അങ്ങനെ 4 വിധത്തിലാണ് പറയുന്നത്. അതിൽ ആ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള തർപ്പണത്തിനാണ് പ്രാധാന്യം. ഇതൊരു എനിക്കൊക്കെ ഉപദേശ രൂപത്തിൽ, എൻ്റെ പൂർവികമായിട്ടുള്ള കാരണവന്മാർ ഉപദേശിച്ച രൂപത്തിൽ രക്തേശ്വരി മണികണ്ഠന്മാരായിട്ടുള്ള വിധാനത്തിലുള്ള ഒരു പദ്ധതിയാണ് ഈ ഗുരുതിയുടെ പദ്ധതി. അതൊരു ഉപദേശ രൂപമാണ്. അതായത് ഒരു ഗുരുനാഥൻ ഇല്ലെങ്കിൽ പിതാവ് മകന് ഉപദേശിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഗുരുനാഥൻ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കണം. അത് ആ പരമ്പരയായിട്ട് മാത്രം സിദ്ധിക്കുന്ന, എവിടെയും എഴുതി വെക്കില്ല, എവിടെയും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കില്ല. അതാ നിത്യേന നമ്മളുടെ ജപത്തില്, നമ്മുടെ നിത്യേന തേവാരത്തില് ഈ മന്ത്രങ്ങൾ ഉരുക്കഴിക്കണം, നിത്യേന ജപിക്കും വേണം. അപ്പൊ അങ്ങനെ ഒരു ഉപദേശ സമ്പ്രദായത്തിൽ ഇതറിയാതെ ഇതിലെ മന്ത്രങ്ങള് ഒരു രഹസ്യമായിട്ട് ആരെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ അതിന് ദോഷമുണ്ടേ. അപ്പൊ അത്തരം ഒരു ഗുരുതി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പൂജയല്ല. ഇതൊരു പാരമ്പര്യമായിട്ട് ഒരു ഉപദേശ രൂപത്തിൽ സിദ്ധിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഗുരുതി ചെയ്യാനുള്ള അർഹത. ആ ദേവിയുടെ സങ്കല്പത്തിനെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് പൂജിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണിത്. ഇത് പല പ്രദേശങ്ങളിലും ഇതിന് ചില രീതിയിലുള്ള പ്രാദേശികമായുള്ള സമ്പ്രദായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ, പക്ഷെ അതിൽ മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. മന്ത്രങ്ങള് ഒരു ഉപദേശ രൂപത്തിലുള്ള മന്ത്രങ്ങളാണ്. ഇവിടെ കരിങ്കാളി അമ്മയ്ക്കാണ് ഈ തട്ടകം ഗുരുതി ഇന്നിപ്പോ ഉണ്ടായത്. കരിങ്കാളി അമ്മയ്ക്കാണ്. അതായത് ഈ ആയുധചണ്ഡിക യാഗം നടന്നത് മഞ്ചേരിയിലുള്ള മുള്ളമ്പാറയിലുള്ള വാക്യത്തൊടി കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ വെച്ചാണ്. ആ ഭഗവതിയുടെ തട്ടകത്തില് ഭഗവതി അമ്മയുടെ സ്ഥലത്ത് പണി കഴിപ്പിച്ച, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പണി കഴിപ്പിച്ച സനാതന ധർമ്മ സേവാ കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. ആ സനാതന ധർമ്മ കേന്ദ്രത്തിലെ ഒരു ശ്രീചക്രത്തിന്റെ പ്രതിഷ്ഠയുണ്ട്. അതിനു പുറമെ ഈ കരിങ്കാളി അമ്മയെ പ്രത്യേകമായിട്ട് യാഗസമയത്ത് ഉപാസിക്കണം എന്ന് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ആ കരിങ്കാളി അമ്മയെ പ്രീതിപ്പെടുത്താനും ഈ യാഗത്തിന് എല്ലാ ശുഭമായിട്ടുള്ള ഒരു പര്യവസാനം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ഗുരുതി നടത്തപ്പെട്ടത്. അത് ലോകരിൽ മുഴുവൻ പേർക്കും, എല്ലാ ദേവീ ഭക്തർക്ക് മാത്രമല്ല, ലോകത്തിലുള്ള സമസ്ത സജ്ജനങ്ങൾക്കും അതൊരു അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യാഗം എല്ലാ വിഭാഗം ജനങ്ങൾക്കും, ഈ ലോകത്തിന്റെ എല്ലാ കോണിലുള്ള ഭക്തർക്കും അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ പാദങ്ങളില് എൻ്റെ ഈ യജ്ഞവും എൻ്റെ ഈ കർമ്മവും സമർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ. അപ്പൊ ഈ യാഗം ഇവിടെ സമാപിക്കുകയാണ്. തിരുമേനി പറഞ്ഞ പോലെ എല്ലാവർക്കും ലോകാസമസ്ത സുഖിനോ ഭവന്തു. എല്ലാവർക്കും അവസാനം ഒരു ഇവിടെ പ്രസംഗത്തിന്റെ സമയത്ത് ഒരു വാക്ക് പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയാനുള്ളത്.
ഭദ്രം കർണേഭി ശൃണുവാമദേവ ഭദ്രം വശ്യേമാ ക്ഷവിക്കേത്ര സ്ഥിരൈരംഗൈ സുഷ്ടുവാംസസ്തനൂഭിർ ക്ഷേമദേവഹിതം യഥായി. എല്ലാവരിലും നല്ല പ്രവൃത്തികൾ കാണുമാറാകട്ടെ, നല്ല ചിന്തകൾ നടക്കട്ടെ, നല്ല മനുഷ്യരാവാൻ കഴിയട്ടെ. ആ നല്ല നന്മ, എല്ലാവരിലുള്ള നന്മ, ആ ചെയ്യാനുള്ള നന്മ അങ്ങനെ കാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടുപോകാനും അത് നിലനിൽക്കാനും അമ്മയുടെ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.